ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെൻറ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ്. സാമ്പത്തിക പുരോഗതിയുടെ സുവിശേഷം. ജീവനും സ്വത്തിനും സമ്പത്തിനും ചുറ്റും വേലികെട്ടി സംരക്ഷിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ജോബ് 1:10. അവിടുന്ന് നിനക്കും നിന്റെ ഭവനത്തിനും ജീവനും സ്വത്തിനും സമ്പത്തിനും ചുറ്റും വേലികെട്ടി സംരക്ഷിക്കുന്നു. ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? എന്നിട്ടെന്താ നമുക്ക് സംഭവിക്കുന്നത്? ആ സംരക്ഷണ വലയത്തിൽ വചനത്തിലൂടെ നിലനിൽക്കാത്തതും അവിടുത്തെ പ്രമാണങ്ങൾ പാലിച്ചും പ്രാർത്ഥനയിലൂടെ ദൈവത്തിൽ നിരന്തരം ആശ്രയിക്കാത്തതുമല്ലേ എല്ലാ ചോർച്ചകൾക്കും എല്ലാ തകർച്ചകൾക്കും ബന്ധനങ്ങൾക്കും കാരണം. അതുകൊണ്ട് ഈ ജോബ് 1:10 വചനം മറന്നു പോകരുത്. ആവർത്തിച്ച് വിശ്വാസത്തോടെ ഇന്ന് തൊട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങാം. വീണ്ടും സങ്കീർത്തനം 112:3. അവൻ്റെ ഭവനം സമ്പൽ സമൃദ്ധമാകും, അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കും. അങ്ങനെ ഇതാ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതൽ സമ്പൽ സമൃദ്ധിയിലും, പണം മാത്രമല്ല കേട്ടോ സമ്പത്ത് എന്ന് പറയുമ്പോൾ, ആരോഗ്യം നമ്മുടെ സമ്പത്താണ്, നമ്മുടെ കഴിവുകൾ നമ്മുടെ സമ്പത്താണ്, നമ്മുടെ കുടുംബാംഗങ്ങളും മക്കളും നമ്മുടെ സമ്പത്താണ്. ഇതാ മക്കൾ എത്തേണ്ട ഇടത്ത് എത്തേണ്ട നിലയിൽ എത്തിയിട്ടുണ്ടോ? മംഗളകാര്യങ്ങൾ കുടുംബത്ത് നടക്കുന്നുണ്ടോ? അതിന് തടസ്സപ്പെട്ട് കിടക്കുകയാണോ? ഈ വചനങ്ങളൊന്ന് വെച്ച് പ്രാർത്ഥിക്കുക. ആരോഗ്യം, നമ്മുടെ വരുമാന മാർഗങ്ങൾ, ബിസിനസ്, ജോലി, പഠനം, വിജയം, ഇതെല്ലാം സൗന്ദര്യം, ഇതെല്ലാം നമ്മുടെ സമ്പത്ത് സ്ഥാനമാനങ്ങൾ. സങ്കീർത്തനം 112:3. അവൻ്റെ ഭവനം സമ്പൽ സമൃദ്ധമാകും, അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കും. ഇത് ദൈവവചനാണ്, വിശ്വസിക്കാൻ കൊള്ളാവുന്ന കാര്യമാണ്. ലോകം മനുഷ്യർ പറയുന്നത് പോലെയല്ല. അപ്പം ജോബ് 1:10 സങ്കീർത്തനം 112:3 ഈ 2 വചനങ്ങൾ ഇന്ന് തൊട്ട് ആവർത്തിച്ച് വിശ്വാസത്തോടെ എഴുതി വെക്കാനും പറഞ്ഞു പ്രാർത്ഥിക്കാനും തുടങ്ങി. നമ്മുടെ ജീവിതം അടിമുടി മാറും. അവിടെ നിന്ന് നിനക്കും നിന്റെ ഭവനത്തിനും ജീവനും സ്വത്തിനും സമ്പത്തിനും ചുറ്റും വേലികെട്ടി വിശ്വാസത്താൽ കൊണ്ട് പ്രാർത്ഥിക്കുക. ഈശോയുടെ മരണക്കെട്ടിലാവുന്ന തിരുക്കുരിശ് നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ ജോലിയിൽ, നമ്മുടെ വരുമാന മാർഗങ്ങളിൽ, നമ്മുടെ ബിസിനസ് സ്ഥാപനങ്ങളിൽ നാട്ടി തിരുരക്തം കൊണ്ട് കഴുകി മുൾക്കിരീടം കൊണ്ട് വേലികെട്ടി മാലാഖമാരെ ചുറ്റും കാവൽ നിർത്തി പരിശുദ്ധ അമ്മ കടന്നു വന്ന് ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചു പോയവർക്കും ഇതാ സമ്പത്ത് നഷ്ടപ്പെടുത്തിയും ദുരുപയോഗം ചെയ്തും വീണ്ടും വിചാരമില്ലാതെയും ദുശീലങ്ങൾക്ക് വേണ്ടിയെല്ലാം ഉപയോഗിച്ചതിനെ ഓർത്ത് മാപ്പപേക്ഷിച്ച് ഈ വചനങ്ങൾ പറഞ്ഞ് തിരക്തം കൊണ്ട് വേണ്ട വിധം വിനിയോഗിക്കാമെന്ന് പ്രതിജ്ഞയെടുത്ത് പ്രാർത്ഥിക്കുക. അത്ഭുതം നടക്കും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.